പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്ലയോ ക്രിസ്ത്യാനി, നിങ്ങൾ ആരെയാണ് വണങ്ങുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? സഭാപിതാക്കന്മാരിൽ ഒരാൾ വളരെ കാർക്കശ്യത്തോടുകൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലയോ ക്രിസ്ത്യാനി, നിങ്ങൾ ആരെയാണ് വണങ്ങുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കി കിട്ടും. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനങ്ങളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. ആരെപ്പറ്റി പറയുന്നുവോ അയാളെക്കുറിച്ച് വചനം പറയുന്ന കാര്യം ഇതാണ്: അവൻ്റെ വസ്ത്രം മഞ്ഞ് പോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം, അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു, 10,000 പേർ അവൻ്റെ മുൻപിൽ നിന്നു. എത്രയ്ക്ക് മഹത്വം നിറഞ്ഞ ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓർമ്മ വേണം. ഒരേ ഒരു ദൈവം, ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനായ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വചനം ഒന്നാമത്തെ വായനയിൽ ഓർമ്മപ്പെടുത്തിയിട്ട് അതങ്ങനെ തന്നെ ക്രിസ്തുവിൽ നിറവേറുന്നത് കാണിക്കുന്നുണ്ട് സുവിശേഷം. ഇന്ന് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മലമുകളിൽ നിന്ന് ഒരലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ വസ്ത്രങ്ങൾ ധവളാഭമായി എന്ന് വചനം പറയുമ്പോൾ, അത്രയ്ക്കും മഹത്വത്തിലേക്ക് ഉയർന്ന ക്രിസ്തുവിനെ നോക്കി ഇങ്ങനെ മുഖം പൊത്തുന്ന ശിഷ്യന്മാരെ ഒന്ന് ധ്യാനിക്കണമെന്നല്ല, നോക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ കൂടെ ഇങ്ങനെ ഏലിയായും മോശയും വന്ന് നിൽക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്ന രണ്ടുപേരും, മരണത്തിനും അപ്പുറത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രാഭവം എന്താണെന്ന് വെളിപ്പെടുത്തി തരുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് ഇവർ രണ്ടുപേരും നിൽക്കണേ. കർത്താവ് ഇങ്ങനെ സകല മഹത്വത്തോടും കൂടെ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കണ്ട് പത്രോസ്ലീഹയൊക്കെ പറയുന്നത്, നമ്മളിവിടെ ആയിരിക്കണത് നല്ലത്, ഇതാണ് സ്വർഗം. കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾ ആരെയാണ് അനുഗമിക്കുന്നതെന്നറിയണം. മരണത്തിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് വെച്ച് കർത്താവ് ഇങ്ങനെ താൻ മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും, മരണത്തിലേക്ക് നടന്നു പോകുമ്പോഴും, കുരിശിൻ്റെ വഴി നടക്കുമ്പോഴും, കുരിശിൽ മരിച്ചു കഴിയുമ്പോഴൊക്കെയും ഈ ഒരു ചിത്രം അവരുടെ ഉള്ളിൽ പതിഞ്ഞിരുന്നെങ്കിൽ അവരൊരിക്കലും കർത്താവിനെ വിട്ട് പോകില്ലായിരുന്നു, അവിശ്വസിക്കില്ലായിരുന്നു, തളർന്നു പോവില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഈ ഒരു ദർശനമൊക്കെ കൊടുക്കണേ. കർത്താവ് നമ്മുടെ മുൻപിലിങ്ങനെ സകല പ്രാഭവത്തോടും കൂടെ ഉയർന്നു നിന്നിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്ന മഹത്വമാണിത്. നിങ്ങളെ എന്നെ അനുഗമിക്കണേ. സകല പ്രപഞ്ചത്തെയും, അത് മക്കബായരുടെ 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, അവരായുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലീചലനം കൊണ്ട് നിയന്ത്രിക്കാനും തറപറ്റിക്കാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ പ്രത്യാശ. ആ ഒരു ദൈവത്തെ കാണിച്ചു തരണേ. ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ കർത്താവിനെ കണ്ട് ഒന്ന് വിശ്വാസ ജീവിതം ജീവിക്കാനായിട്ട് ഇനി എന്നാണ് നമ്മളൊന്ന് തുടങ്ങണേന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും തളർച്ചയാണല്ലോ, ഇപ്പോഴും സങ്കടമാണല്ലോ, ഇപ്പോഴും നിരാശയാണല്ലോ. എവിടെയാണ് നോക്കിയേക്കണേ? ആരെയാണ് നോക്കി ഇങ്ങനെ ജീവിക്കുന്നത്? വചനം പറയുന്നുണ്ട്, അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി, അവനായി കണ്ട് നോക്കിയവരൊക്കെ പ്രകാശിതരായിട്ടുണ്ട്. ദൈവമാണെന്ന് മനസ്സിലാക്കിയവർക്കൊക്കെ പ്രകാശം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ നോക്കിയവർക്കൊന്നും ഇങ്ങനെ വേറെ ഒരു മനുഷ്യനെ കാണുന്നത് പോലെ വീണ്ടും കരച്ചിലോടുകൂടെ വീണ്ടും, മർത്തായൊക്കെ കരയണത് അതുകൊണ്ടാണ്. പക്ഷേ അവസാനം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, നീ ലോകത്തിലേക്ക് വരാനിരുന്ന സജീവ ദൈവത്തിൻ്റെ പുത്രനായ മെശിഹായാകുന്നു. ഇങ്ങനെ ദൈവമാണെന്ന് തെളിച്ചം കിട്ടിയ ഒരാളുടെ കണ്ണീരുമായി എന്ന് നമ്മൾ കാണും. പിന്നെ കർത്താവിനെ, അവനെ നോക്കിയവർ, അവനെ ദൈവമായിട്ട് ദർശിച്ചവർക്കൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രകാശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നൊരു തിരുനാൾ. ഈ ഒരു തിരുനാളിൽ ഈശോയെ നോക്കുക, അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായെന്ന്. ശരിക്കും പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തെ നോക്കുമ്പോൾ ആ കുരിശിൽ
എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവിൻ്റെ ആ ഒരു തിരുരൂപം കാണുമ്പോൾ, ഈശോയെ സ്വീകരിക്കുമ്പോൾ ഒക്കെ ഈ കർത്താവിനെ ദൈവമായിട്ട് കാണും. ഹാഗാറിനെ എപ്പോഴും ധ്യാനിക്കണതാണ് നമ്മൾ. ദൈവത്തെ കണ്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മാറ്റം. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. മഹത്വം കണ്ടവളാവള്. അവൾക്കിനി അടിമയായിട്ട് നിൽക്കാൻ പറ്റില്ല. സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഈശോയെ ദൈവമായിട്ട് കാണാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായി കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ. അവിടെ നിന്ന് നമ്മളുടെ മുൻപിൽ ഇങ്ങനെ സ്വയം തൻ്റെ പ്രാഭവത്തെ വെളിപ്പെടുത്തി തരുന്ന മഹാഭാഗ്യത്തിൻ്റെ തിരുനാളായത്. ഈ ദിവ്യകാരുണ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ ദർശിക്കുക. ഈ രാത്രി ഇങ്ങനെ എല്ലാ അസ്വസ്ഥതകളും ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടുറങ്ങാൻ പറ്റും. നാളെ രാവിലെ ഒന്നും നമ്മുടെ ചങ്കുലയ്ക്കുന്ന വിധത്തിൽ, നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന വിധത്തിൽ, ഒന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കാരണം ഞാൻ നോക്കിയിരിക്കുന്നത് എൻ്റെ കർത്താവിലേക്കാണ്. ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന മഹാപ്രാഭവമുള്ള എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തെ നോക്കി ബലപ്പെടാനായിട്ടുള്ള തിരുനാൾ. വചനം ഒന്നാമത്തെ വായന ആരംഭിക്കുന്നത് അങ്ങനെയാണ്: ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനനായവൻ ഉപവിഷ്ടനായി. സങ്കീർത്തന പുസ്തകം 97 നമ്മൾ പ്രതിവചന സങ്കീർത്തനത്തിൽ വായിക്കുകയാണ്: കർത്താവ് വാഴുന്നു, അവിടുന്ന് ഭൂമിയിൽ അത്യുന്നതനാണ്. ആകാശത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ തന്നെയും ഭരിക്കുന്ന, തൻ്റെ പ്രാഭവം കൊണ്ട് നിയന്ത്രിക്കുന്ന ആ കർത്താവിലേക്കൊന്ന് നോട്ടമയച്ച് കണ്ണയച്ച് ഇങ്ങനെ ഒന്ന് സ്വസ്ഥമാവാനായിട്ട് നോക്കുക. ആ കർത്താവിലേക്ക് ജീവിതം ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് സങ്കടങ്ങളൊഴിഞ്ഞ, അസ്വസ്ഥതകളൊഴിഞ്ഞ, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പറഞ്ഞല്ലോ, ഇങ്ങനെ വേറെ ഒന്നുമല്ല സൊല്യൂഷൻ. ആ കർത്താവിലേക്കുള്ള നോട്ടമാണ്, വേറൊന്നും വേണ്ട. തമ്പുരാനിലേക്ക്, അവൻ്റെ പ്രാഭവത്തിലേക്ക്, അവൻ്റെ മഹത്വത്തിലേക്ക് ആ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സ്വസ്ഥതയാണ്, എന്തൊരു സമാധാനമാണ്. കർത്താവിലേക്ക്, അവൻ്റെ മഹത്വത്തിലേക്ക് നോട്ടമയച്ച് ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ മഹാപ്രാഭവത്തോടുകൂടെ എൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കണമേ എന്ന അപേക്ഷയോടുകൂടെ അവിടുത്തെ മഹത്വത്തിന് മുൻപിൽ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സമാഗമ കൂടാരത്തിന് മുകളിലായി കർത്താവിൻ്റെ മഹത്വം ഇങ്ങനെ ഉയർന്നു നിന്നു എന്ന് സംഖ്യാപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒരു കൊതി തോന്നുന്ന കാര്യമാണ്. അതേ കാര്യം ഇവിടെ ഇന്ന് രൂപാന്തരീകരണ മലയിൽ സംഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം ഇങ്ങനെ മലമുകളിലായി ഇവർക്ക് മുൻപിൽ ഒരു ആകാശവിധാനം പോലെ പ്രത്യക്ഷപ്പെടാണ്. സ്വപ്നം കണ്ടെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റണം. അതൊക്കെ കർത്താവ് ഇങ്ങനെ മഹത്വത്തോടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നൊരു കാഴ്ച. കർത്താവെ, ഇതിലും മനോഹരമായൊരു സ്വപ്നം ഞങ്ങൾക്ക് കിട്ടാനില്ല. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ മഹത്വത്തിൻ്റെ ദർശനം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ